ടിവിയിലേക്ക് നമസ്കാരം. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്കുള്ള സംശയങ്ങൾ തീർക്കുവാനായി അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുവാനായി നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ ശ്രീ നാരായണമൂർത്തിയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ റയർ ഡിസീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൽസൈമേഴ്സ്, ന്യൂക്ലോസം, പാർക്കിൻസൺസ്, ഷോർട്ടൻ മെമ്മറി ലോസ്, ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയാത്ത റയർ ഡിസീസൻ എന്തായിരിക്കും ഡോക്ടർ? ഓഫ് കോഴ്സ്, നിങ്ങൾ പറഞ്ഞതൊക്കെ റയർ ഡിസീസ് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി റയർ ആൻഡ് ഡേഞ്ചറസ് ഡിസീസ് ഒന്നുണ്ട്. വി ആർ ഗോയിങ് ടു സീ ബ്ലീഡിംഗ് ഡിസോർഡർ. ലുക്ക് അറ്റ് ദ വിഷ്വൽസ്. നിങ്ങളിപ്പോൾ ആദ്യം കണ്ട വിഷ്വൽ നമ്മളെപ്പോലെ സാധാരണ ഹ്യൂമൻ ബോഡി പരിക്ക് പറ്റിയ കുറച്ച് സമയത്തിൽ ബ്ലഡ് ക്ലോട്ട് ആവും. സെക്കൻഡ് വിഷ്വലിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടില്ല. ദിസ് ഈസ് ട്രോംബസ്കീനിയ. ലക്ഷം ആൾക്കാരിൽ 1-2 പേർക്ക് വരാവുന്ന ഡിസീസാണ്. ചെറിയൊരു മുറിവ് തന്നെ മതിയാവും മരണത്തിലേക്ക് അടുക്കാൻ. നോ. ചെറിയ പരിക്ക് പറ്റിയാൽ പോലും 5 മിനിറ്റിനുള്ളിൽ ബോധം കെട്ടുവിടും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ചെറിയ സെന്റിമീറ്റർ താഴെ പരിക്ക് പറ്റിയാലും ചെസ്റ്റ്, നെക്ക്, ഹെഡ് ഇത്രയും ഭാഗങ്ങളിൽ മാരകമായ പരിക്ക് പറ്റിയാലും എന്തായാലും മരണം ഉറപ്പാണ്. അങ്ങനെ നോക്കിയ ഡിസീസ് ഉള്ളവർക്ക് നോർമലായി ചികിത്സിച്ചാൽ അത് റിസ്ക് ആണോ ഡോക്ടർ? അങ്ങനെ പറയാൻ പറ്റില്ല. ക്രോമസ്തീനിയ ഡിസീസ് ഉള്ള പലരും ലോകത്തിൽ പല നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സ്പോർട്സ് താരങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും നമ്മളെ പോലെ തന്നെ നോർമലായി എല്ലാ ജോലിയും ചെയ്യാം. ബട്ട് ഓൺ വൺ കണ്ടീഷൻ, ശരീരത്തിൽ പരിക്ക് പറ്റാതെ, മുറിവ് പറ്റാതെ സേഫ് ആയി നോക്കണം. സാറിന്റെ അറിവുകൾ പ്രേക്ഷകരിലേക്ക് പകർന്നതിന് നന്ദി ഡോക്ടർ. താങ്ക് യു. ഈസ് റിയലി ഷോക്കിംഗ്. ഈ ഡിസീസ് ഉള്ളവർ ഈ ലോകത്തിൽ എത്ര പേരുണ്ടാവും ഡോക്ടർ? അത്ര കൃത്യമായി പറയാൻ പറ്റില്ല. 15 വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു കൊച്ചു പയ്യനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇന്ന് വൈകുന്നേരം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത വീട്ടിലെ പയ്യൻ സൂചി കൊണ്ട് കുത്തിയ സാർ. ചെറുതെന്നെല്ലാം വെച്ച് ഞാൻ സ്റ്റേഷനിൽ പോയി. പക്ഷെ ഇപ്പോഴും രക്തം നിൽക്കുന്നില്ല സാർ. മോനിപ്പോഴും നല്ല മയക്കത്തിലാ സാർ. സാർ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? നഴ്സ്, ലാബിൽ നിന്ന് വരാൻ പറയൂ. ചോര നിൽക്കാതെ പോകണല്ലോ. ബ്ലഡ് ടെസ്റ്റിന് കൊച്ചിയിലേക്ക് അയച്ചു വിട്ടോളൂ. റിസൾട്ട് എനിക്ക് ഫാക്സ് ചെയ്യാൻ പറയണം. ഓക്കെ സാർ. പെട്ടെന്ന് വേണം. നിങ്ങളുടെ മകന് ത്രോംബസ്തീനിയ എന്നൊരു ബ്ലീഡിംഗ് ഡിസോർഡർ ഉണ്ട്. ഇതൊരു അപൂർവമായ കേസാണ്. പ്ലേറ്റ്ലെറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്ലൈക്കോ പ്രോട്ടീൻ ലെവൽ കുറവാണെങ്കിലും ത്രോംബസ്തീനിയ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ രോഗത്തെ ചികിത്സിക്കാൻ നൂതന മാർഗങ്ങളില്ല. ഇനി നിങ്ങളുടെ മകന്റെ ശരീരത്തിൽ മുറിവേൽക്കാതെ, പരിക്ക് പറ്റാതെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഇതിൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ 2 ടൈപ്പ് ഉണ്ട്. നിങ്ങളുടെ മകനെ ബാധിച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ ത്രോംബസ്തീനിയാണ്. ഇപ്പൊ പറ്റിയിരിക്കുന്നത് ഒരു ചെറിയ മുറിവാണ്. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. വലിയ മുറിവ് പറ്റിയാൽ അവന്റെ ജീവൻ വരെ അപകടത്തിലാവും. ഇതാണ് പ്രേം സോമനാഥൻ. ആ സമയത്ത് അവൻ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അവൻ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ഒരു വിവരവുമില്ല. സർ, പ്രേമനെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ സർ. സ്റ്റേറ്റിലെ എല്ലാ കോളേജുകളിലെയും മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന സ്പോർട്സ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആവേശോജ്വലമായ ഈ സ്പോർട്സ് മത്സരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോങ് ജമ്പ് മത്സരമാണ്. റെഫറി ഇപ്പോൾ അളവെടുക്കോ. ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസ്കസ് ത്രോ മത്സരം. ഗ്രൗണ്ടിന്റെ വടക്ക് ഭാഗത്തായി ഇപ്പോൾ ഷോട്ട് പുട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. 100 മീറ്റർ ഓട്ടത്തിന്റെ ഫൈനൽ റൗണ്ട് ആരംഭിക്കുന്നു. ചെസ് നമ്പർ 442.
ട്രാക്ക് നമ്പർ 1. പ്രേം സോമശേഖരൻ ചെസ് നമ്പർ 501. ട്രാക്ക് നമ്പർ 2. രാജേന്ദ്ര പ്രസാദ് സർ പ്രേം എവിടെയാണ്? പെട്രോൾ തീർന്നു സാർ, അതാ നേരം വൈകി. ചെസ് നമ്പർ 458 മാധവൻ. ട്രാക്ക് നമ്പർ 6. എല്ലാ മത്സരാർത്ഥികളും സാർ സാർ ഒരാളെത്തിയില്ല. 2 മിനിറ്റ് സാർ. നോ ദേവൻ, ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തു. സമയമായി, നമുക്ക് തുടങ്ങിയേ പറ്റൂ. സർ പ്ലീസ് സർ. നോ. അയ്യോ സാർ, എന്ത് പറ്റി? സാർ ഈ മത്സരത്തിന് ശേഷം അടുത്തതായി 500 മീറ്റർ റിലേ. ഓക്കെ സാർ. ഓൺ യുവർ മാർക്ക്. സെറ്റ്. പുരുഷന്മാരുടെ 100 മീറ്റേഴ്സ് ഹഡിൽസ് മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഈ മത്സരത്തിൽ പങ്കെടുത്ത ഫസ്റ്റും സെക്കൻഡും നേടുന്നവർക്ക് അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാവുന്നതാണ്. യെസ്. താങ്ക് യു സാർ. 18.88 സർ. വേണ്ട, ഇങ് വാടാ. വാ. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ഡിസ്ട്രിക്ട് കളക്ടർ അവറുകൾ സ്പോർട്സ് മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ വിക്ടോറിയ കോളേജിൽ നിന്നും എത്തിയ പ്രേം സോമശേഖരൻ ഹഡിൽസ് മത്സരത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ ദേശീയ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. ഈ നേട്ടങ്ങൾക്കെല്ലാം എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദേവൻ, നിങ്ങളുടെ സ്റ്റുഡന്റിന് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവന്റെ ഓരോ ജമ്പും നല്ല നുവാൻസസും ഉണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. 12 വർഷം കൊണ്ട് ട്രെയിൻ ചെയ്യാം. ആഹാ. ഒരു തവണ പോലും അവൻ കപ്പ് വാങ്ങാതെ തിരിച്ചു വന്നിട്ടില്ല. എല്ലാ ഈശ്വരന്റെ അനുഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. 100 മീറ്റേഴ്സ് ഹഡിൽസ് ഫസ്റ്റ് പ്രൈസ് പ്രേം സോമശേഖരൻ തൃശൂർ. സെക്കൻഡ് പ്രൈസ് സോളമൻ കോഴിക്കോട്. തേർഡ് പ്രൈസ് സുരേഷ് കുമാർ കണ്ണൂർ. ഷോർട്ട് പുട്ട് ഫസ്റ്റ് പ്രൈസ് രതീഷ് തൃശൂർ. ലോങ് ജംപ് ഫസ്റ്റ് പ്രൈസ് രാകേഷ് തൃശൂർ. ഡിസ്കസ് ത്രോ ഫസ്റ്റ് പ്രൈസ് രതീഷ് തൃശൂർ. ഒന്ന് നിക്കടോ, സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. എന്താ എത്ര തീർത്തി? ഓക്കെ അളിയാ. ഹലോ, എന്താ അളിയാ? ഞാൻ വെറും 3 ബിയർ അടിച്ചിട്ടുള്ള അളിയാ. കിക്കേ ആയില്ലടാ, വെറും പൊട്ട ചെറുക്കായി പോയടാ. ഇപ്പോഴേ നല്ല ഫിറ്റാണ് തോന്നുന്നല്ലോ. നീ നിന്റെ അച്ഛന്റെ അടുത്താണ് സംസാരിക്കുന്നേ. ഇത് തന്തപടിയായിരുന്നോ? എന്താ ഇത്? എന്താ മോളെ, ഹോംവർക്കാ? എന്താടി ഇങ്ങനെ നോക്കണേ? എപ്പോഴും പറയുന്ന ഒന്ന് ചെയ്യുന്നതൊന്നും. എടി നിന്റെ അച്ഛനോട് കഴിക്കാൻ പറ. അതേ, ഞാൻ SP ഓഫീസിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ അവിടുന്ന് കഴിച്ചു. അയ്യോ, എന്താടി ഒരുമാതിരി മോന്ത വീർപ്പിച്ച് നടക്കണത് നീ? അതെ റെഡിയായിരിക്കും, ഗ്രൗണ്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് വരുന്ന സമയം നോക്ക്. എന്താ ഇത്? പ്രാക്ടിക്കൽ ക്ലാസ് അടക്കം വേണ്ടെന്ന് വെച്ചിട്ട് ഏട്ടൻ വിൻചേട്ടനെ കാണുന്ന എത്ര ആഗ്രഹിച്ചെന്നറിയോ? എന്താടി നീ പറയണത്? അവൻ ജയിക്കുമെന്ന് നിനക്കറിയില്ലേ? ജയിക്കുവാണെങ്കിൽ ഞങ്ങളെല്ലാം നേരിട്ട് പോയി കാണണ്ടേ? എടി, എന്റെ മോൻ ഇവിടെ ജയിക്കുന്നത് സംഭവമൊന്നുമല്ല. ഒരു ദിവസം അവൻ ഇന്ത്യക്ക് വേണ്ടി ജയിക്കൂടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയി കാണാം.
അമ്മേ ഏട്ടൻ വന്നു. നിക്ക് വരരുത്. എന്താ മോനെ ലേറ്റ് ആയേ? അത് വരുന്ന വഴിയില് ചാൾസിന്റെ വീട്ടിൽ കയറിയിട്ട് വന്നത്. ഇത് 56-മത്തെയാ. എല്ലാവരുടെയും കണ്ണെന്റെ മോന്റെ മേലായിരിക്കും. കോച്ച് ഫോൺ ചെയ്തിരുന്നതാ. നാഷണൽ റെക്കോർഡാണല്ലേ? അതെ. എത്രയാടാ സമയം? 1390. 13.88. പോ. പ്രേം കഴിക്കാവാ മോനെ? മദ്യപാനവും പുകവലിയും നിർത്തിയ ഇനിയും സമയം കുറച്ച് കിട്ടൂടാ നിനക്ക്. മദ്യപാനം വലിയ പ്രശ്നമല്ലടാ, പുകവലി സ്പോർട്സ്മാന് തീരെ പാടില്ല എന്നാ. രാത്രി 11 മണിക്കുള്ള അഡ്വൈസ് നോക്കിക്കേ. കുടിക്കുന്ന കുഴപ്പമില്ലെന്ന്. നന്നായത് തന്നെയാ, നല്ല പിള്ളേരെ കൂടെ നശിപ്പിക്കാനായിട്ട്. നീ കഴിക്കും മോനെ. ഹലോ. എടാ ഒന്നിനും കൊള്ളാത്തവനെ, നീ ചോറല്ലേ തിന്നുന്നത്? എപ്പൊ നോക്കിയാലും പെണ്ണുങ്ങളുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. എന്റെ കയ്യിൽ വല്ലതും കിട്ടട്ടെ, നിന്നെ ഞാൻ പീസ് ആക്കോടാ. റോങ് നമ്പറാ ഫോൺ. എന്ത് റോങ് നമ്പറോ? നമ്പർ കറക്റ്റ് ആണല്ലോ. റോങ് നമ്പറാന്ന് പറയുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ആരാടാ ഈ സമയത്ത് വിളിച്ച്? ഇത് എവിടെയാ വെച്ച്? മിണ്ടാതിരുന്ന് വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ? അമ്മ നോക്കമ്മേ. ഇതിൽ വെച്ചിരുന്ന് കഴിച്ചോ മോനെ? ആ കഴിച്ചു അമ്മേ. തേങ്ങാ ചട്നി എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേ ഇല്ലല്ലോ നീ. ഭയങ്കര സംഭവമായിരുന്നു. ഇന്നലത്തെക്കാളിലും നല്ലത്. ശരിയെന്നാ അമ്മേ, ഇറങ്ങാ. സൂക്ഷിച്ചു പോ. പോയിട്ട് വരാമേ. ബൈ. എടി രാത്രി അവന് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ലല്ലോ. കോപ്പ അവൻ എത്ര തവണ SMS ചെയ്തിരിക്കണെന്ന് കണ്ടോ? രാത്രി 11 മണിക്ക് ശേഷം എത്ര കോളാ വന്നെന്നറിയുന്നു. എന്ത്? ഞാൻ അത്ര വൃത്തികേടായിട്ട് സംസാരിച്ചിട്ടും പിന്നെ അവൻ നിന്നെ ഫോൺ വിളിച്ചോ? എടി നീ തന്നത് ഈ നമ്പർ തന്നെയല്ലേ? 9962800713. അല്ല ഇതെന്താ? ഞാൻ 20 അല്ലേ പറഞ്ഞ, നീ 00 ഇട്ടത്. അയ്യോ ആരാന്നറിയാതെ ഞാൻ എന്തൊക്കെയോ ചീത്ത വിളിച്ചടി. അങ്ങനെ നീ എന്താ പറഞ്ഞത്? എന്തോന്നാ കളിയത്? ചെവിയൊക്കെ പൊട്ടി ഇയർ ഡ്രമൊക്കെ പുറത്തു വരെയുള്ളൂടാ ഇവളുടെ തെറിപ്പാട്ട് കേട്ട് കഴിഞ്ഞാ. ഇവളെങ്ങനെ വെറുതെ വിട്ട് തളിയാ? കേട്ടില്ലേ? ഇപ്പൊ ഞാൻ അവളെ വിളിക്കാൻ പോവാ. എടി ആ നമ്പറിന്ന് കോൾ വരുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാ? സ്വിച്ച് ഓഫ് ചെയ്തളിയാ. എന്നൊരു കാര്യം ചെയ്യ്, ഒരു ചായക്ക് പറ, ആലോചിക്കട്ടെ. ഫോൺ അവള് സ്വിച്ച് എന്തോ? അപ്പൊ നമ്മൾ എന്താ കളിയാക്കല്ലേ? ചായ ചേട്ടനോട് പറടാ. അതെങ്ങനാടാ രാവിലെ ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കഴിക്കാതാണോ വരുന്നേ? പോക്കറ്റിലാണെങ്കിൽ കാശുമില്ല. ചേട്ടാ ഒരു സിഗരറ്റ് തന്നെ. ഇല്ലടാ. കടയിലില്ലയോ? അതെ എനിക്ക് മാത്രം തരില്ലെന്നോ? നിനക്ക് മാത്രം തരില്ല. നീയേ എനിക്ക് 1330 ബാക്കി തരണം. എപ്പ തരും? തരാനുള്ള 10 പൈസ ചോദിച്ച പമ്മി അങ്ങ് പോയാ മതി. അളിയാ നീ എന്തായാലും ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. നാഷണൽ ടൈമിംഗ് ബ്രേക്ക് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അളിയ പ്രേമിന്റെ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി ക്യാൻറ്റീനിൽ വെച്ച് ഇന്ന് എന്റെ വക ട്രീറ്റ്. എത്ര നേരമായിട്ടാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഹായ് പ്രേം, സുഖം തന്നെയല്ലേ?
ഇത്രയുള്ളൊരു സമോസയെ ഒറ്റ വായിക്ക് എങ്ങനെ വിഴുങ്ങുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പോടാ പട്ടി. നീ പൊടി. ഓസിന് പെപ്സിയും പപ്സും ഒക്കെ കഴിച്ചിട്ട് അവളുടെ വായിന്റെ നീളം കണ്ടില്ലേ? എന്തിനാടാ എപ്പോ നോക്കിയാലും പെമ്പിള്ളേരെ വായിന്ന് ഓരോന്ന് കേൾക്കണേ. ഓ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. നീ പോടാ. ഹേയ് അതൊന്നുമില്ലടാ, ഇവൻ കുറെ കാലമായിട്ട് എബോവ് 35 നോക്കി നോക്കി ബിലോ 23 കാണാതായി അല്ലടാ. ഓഫ് കോഴ്സ് നേതാവേ. എടി അയ്യോ പിന്നെ ആ നമ്പറിന്ന് കോൾ വരുന്നടി. പേടിയാവുന്നു. ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ട് സോറി പറഞ്ഞോ? ഹലോ, സോറി സർ. എന്ത് സോറി എന്നോ? അല്ല സർ, എന്റെ ഫ്രണ്ടിന്റെ നമ്പറിലേക്ക് ആരാന്ന് തന്നെ അറിയില്ല. ദിവസവും നൈറ്റ് ഫോൺ ചെയ്ത് വൃത്തികേടായിട്ട് സംസാരിക്കുന്നു. ആണോ നീ സംസാരിച്ചതോ? അല്ല, അയാളെ ചീത്ത പറയുന്നതിന് പകരം നിങ്ങളുടെ നമ്പർ എന്റെ ഫ്രണ്ട് മാറ്റി തന്നതാ. പ്ലീസ് പ്ലീസ് സോറി സർ. എന്തെന്ത് സോറി എന്നോ? ഹലോ, അറിയാതെ ചെയ്യുന്ന തെറ്റിനെയാണ് സോറി പറയുന്നത്, അറിഞ്ഞു ചെയ്യുന്ന തെറ്റിന് മാപ്പ് അറിയിക്കുന്നില്ല. നീ ആദ്യത്തെ പ്രാവശ്യം വിളിക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ റോങ് നമ്പർ ആണെന്ന്. അതിനുശേഷവും നീ വിളിച്ച് എന്താ പറഞ്ഞെന്നറിയാവോ? നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ എന്താ വരുന്നു. എവിടേക്ക് സർ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. സർ സർ അങ്ങനെയൊന്നും ചെയ്യല്ലേ സർ, എന്റെ സ്റ്റഡീസ് സ്പോയിൽ ആവും. നിങ്ങൾ എന്നെ എത്ര വേണം ചീത്ത വിളിച്ചോ. ഓ അതാണോ കാര്യം? ശരി, ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. ആദ്യം എന്റെ നമ്പറിന് ഒരു 100 രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്യും. സർ ഓക്കെ സർ, ഓക്കെ സർ. പറയാളിയാ, ലണ്ടനിൽ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ ഉണ്ട്? ബാലൻസ് കുറെ ഉണ്ടറാ, നീ സംസാരിക്കേ. ഓ ഇവിടെ ഭയങ്കര വെയിലാണെന്നേ. ഇവരെന്താ വാനത്തേക്ക് നോക്കി നടന്ന് ഇങ്ങനെ കാലാവസ്ഥ നിരീക്ഷകനാകാൻ പോവാണ്. അവന് ടോപ്പപ്പ് ചെയ്ത് ഇവള് പെരുവഴിയിലാവുന്ന തോന്നണേ. അല്ലല്ല, ഇന്നത്തെ എക്സാം. ഹലോ രമ്യ, എന്താ പൈസ എനിക്ക് ഒരു 300 രൂപ തന്നെ. ശരി തരാം. ഇതാ. താങ്ക് യു. ഓക്കെ. എല്ലാം നീ ആയിട്ടാ. നീ തെറ്റായി ഡയൽ ചെയ്തന്നെ ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഇതൊക്കെ നിനക്ക് ആവശ്യമുണ്ടോന്ന്? ഷേ, എത്ര രൂപയ്ക്കാ സർ ചെയ്യണ്ടേ? ഫോൺ എടുക്കാൻ എത്ര നേരം? വണ്ടി ഓടിച്ചോണ്ടിരിക്കായിരുന്നു. ഓഹോ, വണ്ടിയൊക്കെ ഉണ്ടോ നിനക്ക്? നിന്റെ അച്ഛൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? സ്റ്റേറ്റ് ബാങ്കിൽ മാനേജറാ. മാനേജറാണോ? എവിടെയാ? കൊച്ചിയില്. ഓ കൊച്ചിക്കാരിയാണല്ലേ. അതിരിക്കട്ടെ, നിന്റെ പേരെന്താന്നാ പറഞ്ഞ? ഗായത്രി. ഗായത്രി, നൈസ് നെയിം. പിന്നെ ഒരു കാര്യം, എനിക്ക് നിന്നോട് സംസാരിക്കണം തോന്നിയാലേ ഞാൻ കോൾ ചെയ്യും. 5 പ്രാവശ്യം അടിക്കുന്നതിന് മുമ്പേ നീ എടുക്കണം. എടുത്തില്ലെങ്കിലുണ്ടല്ലോ, നീ സംസാരിച്ചതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേൾപ്പിക്കും. മനസ്സിലായല്ലോ? പിന്നൊരു കാര്യം, വോഡഫോണിൽ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. ഫുൾ ടോക്ക് ടൈം 500 രൂപയ്ക്ക്. ഇപ്പൊ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ബിസിയാണ്, പിന്നെ സംസാരിക്കാം കേട്ടോ. ബൈ. ടോർച്ചർ. നീയാണോ? പറയടി. ആ റോങ് നമ്പറിൽ സംസാരിക്കാൻ ആരാന്ന് കണ്ടുപിടിച്ചു? എന്റെ പഴയ വീട്ടോണറുടെ മോനാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആള് സുന്ദരനാട്ടോ. അവനാടി നിന്റെ നമ്പറിൽ വിളിച്ച് കളിയാക്കുന്നത്. ടോർച്ചർ ചെയ്യാതെ ഫോൺ വെക്കടി. ഡാഷ്. എന്തു പറ്റിയടി? ഞാൻ ചോദിച്ചതിന് വല്ല മറുപടി പറഞ്ഞോ നീ? ഹലോ. പറഞ്ഞ പോലെ 5ാമത്തെ റിംഗിൽ എടുത്തല്ലോ. വെരി ഗുഡ്. പറയൂ സർ. ഒന്നുമില്ല,
സംസാരിക്കണം തോന്നി. പിന്നെ മൊബൈലിൽ കുറെ ബാലൻസ് ഉള്ളതുകൊണ്ടേ തീരുന്നില്ലെന്ന്. ആണല്ലോ, എന്റെ പൈസ തനിക്കെന്താ? ഏത് സമയം നോക്കിയാലേ ഫോണിൽ തന്നെയാ. എടി മോളിൽ തുണി ഉണക്കാനിട്ടുണ്ട്, പോയി എടുത്തോണ്ട് വാ. വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടെ സർ. ഓ അങ്ങനെയാണോ? ആ ശരി ശരി, ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് വെച്ചോ. ഉണങ്ങാത്ത തുണി ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇട്ടേക്ക് കേട്ടോ. എല്ലാം റെഡിയായല്ലോ. പിള്ളേര് വീട്ടിൽ നിന്നുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുക. മുതലാളി ഈ നോട്ടം ഓക്കെ ആണോ? ഇങ്ങനെ കൊടുത്താൽ എടുക്കില്ല, കുറച്ച് ചൂടാക്ക്. ആയിക്കോട്ടെ. വിജയവാഡ സാം എന്ത് പറഞ്ഞു? അവിടെ റെയ്ഡ് ഓവറാണെന്ന്, അടുത്ത ആഴ്ചത്തേക്ക് നോക്കാന്ന് പറഞ്ഞു. ആ കൊച്ചിയർക്കം വിനു പോലും കല്യാണം കഴിച്ച് 2 പിള്ളേരുമായി. എന്താ ഏട്ടത്തിയമ്മ? അതെ, കണ്ണൂരില് നമ്മുടെ കൗൺസിലറിന്റെ മോള് ചിന്നു ഉണ്ട്. നമ്മൾ ചോദിച്ചാൽ വേണ്ടെന്നാണ് പറയാൻ പോകുന്നത്. അതൊന്നും വേണ്ട എടുത്തി, ഒന്ന് ക്ഷമിക്കുക. ഞാൻ തന്നെ ഒരു പെണ്ണെ കാണിച്ചു തരാം. എപ്പാ? ഇത് തന്നെയാ പറഞ്ഞു ചുറ്റി നടക്കുന്നത്. ഹലോ, ആ പറഞ്ഞാട്ടെ. സാധനം റെഡിയാണോ? അതെ, ഒരു 25 വേണ്ടി വരും. ഇത്ര പെട്ടെന്ന് പറഞ്ഞ എന്ത് ചെയ്യാനാ? കുറച്ചുകൂടെ സമയം താ. കണ്ണൂരിലേക്ക് ഒരു 25 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് എടുക്കണം. ഇനി 5 ദിവസമുള്ളൂ. റെഡിയായിക്കോളൂ.
മനുഷ്യന് വേണ്ടടാ നീ കാട്ടില് പായും ശൂലമെടാ ഘടികാരം ഉള്ളിനെ പോലെ നിൽക്കാതെ നീയോട് കാൽ ചുവട് പിഴയ്ക്കാതെ വിജയം വരിക്കാൻ പനിനീർ മഴയിൽ തുടരുമെടാ നിൻ മുതൽ ചുവട് നീ വെക്കേടാ അടി വിജയത്തെ തേടി ഉത്സാഹത്തോടെ ജീവിക്ക മണ്ണിനും വിണ്ണിനും പറക്കാൻ നീ ശ്രമിക്ക മലരിനും വണ്ടിനും കൂട്ടായി നീ എന്നും ഉണ്ടാവ് അതിരുകളിനി നിനക്കെങ്ങുമില്ല ദേവപുത്രൻ നീയല്ലോ നിൻ പാദം പതിച്ച ഭൂമി എങ്ങും നിൻ പാത കാണിച്ച് രൂപപ്പെടും അടിതെറ്റി വീണാൽ എഴുന്നേൽക്ക് അതിൽ നാളം തെല്ലും വേണ്ടടാ ഒരു ചില തുള്ളികൾ വീഴുന്ന ഉടലിൽ അനർത്ഥങ്ങൾ വരില്ലടാ കാട്ടിലെ പുലി തിന്നില്ല അതിന്റെ ഉന്നം പിഴകില്ല ആകാശത്ത് ചെല്ല് മഴവില്ല മാറ് എല്ലാം നിനക്കുള്ളതാടാ ഓടിക്കൊണ്ട് ഒരു ജീവിതം ഒടുവിൽ വിജയം സുനിശ്ചിതം പനിനീർ മഴയിൽ തുടരുമെടാ നിൻ മുതൽ ചുവട് നീ വെക്കേടാ വീരം വിവേകം മനുഷ്യന് വേണ്ടടാ നീ കാട്ടില് പായും ശൂലമെടാ ഘടികാരം ഉള്ളിനെ പോലെ നിൽക്കാതെ നീയോട് കാൽ ചുവട് പിഴയ്ക്കാതെ വിജയം വരിക്കാൻ പനിനീർ മഴയിൽ തുടരുമെടാ നിൻ മുതൽ ചുവട് നീ വെക്കേടാ എത്ര രൂപയ്ക്കാ സർ? 100 രൂപയ്ക്ക് തന്നെ. പക്ഷെ എന്റെ നമ്പറിനല്ല, എന്റെ ഫ്രണ്ടിന്റെ നമ്പറിന്. സർ, നിങ്ങൾക്ക് മാത്രം ഞാൻ റീചാർജ് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ടിനൊന്നും എനിക്ക് പറ്റത്തില്ല. എന്തോന്ന് പറ്റത്തില്ലെന്നോ? എന്നാ നീ ഫോൺ വെച്ചോ, 10 മിനിറ്റിൽ നിന്റെ വീട്ടിലേക്ക് പോലീസ് വരും. വേണുഗോപാൽ, നമ്പർ 7, SBI കോളനി, കടവന്തറ, കൊച്ചി. അത് തന്നെയല്ലേ? സോറി സർ, നിങ്ങളുടെ ഫ്രണ്ടിന്റെ നമ്പർ ഒന്ന് പറയൂ. അങ്ങനെ വഴിക്ക് വാ. അവന്റെ നമ്പർ ഞാൻ മെസ്സേജ് അയക്കാം. അതോടൊപ്പം തന്നെ എനിക്കൊരു 100 രൂപയ്ക്ക്. അളിയ പാവാടാ പെണ്ണ്, അവളെ വെറുതെ വിടറാ. ആണല്ലേ? അതെടാ. ആലോചിക്കട്ടെ. എന്താടാ വിക്കി, അണ്ടി പോയ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നേ? അതൊന്നുമില്ലടാ, ഒരു ദിവസവും 2 ദിവസവും അല്ല, 4 ദിവസമായിട്ട് അവനൊരു പെണ്ണിനെ സിൻസിയർ ആയിട്ട് പ്രേമിച്ചോണ്ടിരിക്കുക. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. ഇനി ചിലപ്പോ അവളെ എന്നെ കണ്ടു കാണും. 4 ദിവസമായിട്ടോ? ഭയങ്കര സിൻസിയർ ആയിട്ടാണോ? എടാ, എനിക്ക് അവളുടെ നമ്പർ ഒന്നും നീ വാങ്ങിച്ചു തരൂടാ. പിന്നെ ഇനി അവളുടെ നമ്പർ വാങ്ങി കൊടുത്തേച്ചാൽ മതി, ഇവൻ അങ്ങ് ഒലത്തിക്കളയും. അളിയ, നമ്പർ സംഘടിപ്പിച്ചു തന്നാ മതിടാ, ഞാൻ അവളെ വളച്ചെടുത്തോളടാ. എനിക്കതിൽ വിശ്വാസം ഉണ്ടടാ. നിന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഏത് റൂട്ടിലാണ് അവള്? റൂട്ടാ? എടാ, ഏത് ബസ് റൂട്ടിലാണെന്നാ ചോദിച്ചത്. എക്സ്ക്യൂസ് മീ, അതെ, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാമോ, എവിടെയാണെന്ന്? ഈ
സ്ട്രീറ്റ് ആ ഇവിടെ നിന്ന് നേരെ പോയിട്ട് പ്ലീസ് ശരി, നീ തന്നെ കാണിച്ചു കൊടുക്ക്. പറഞ്ഞോളൂ. നേരെ പോയിട്ട് Okay. ലെഫ്റ്റ് തിരിയണം. ആ പെട്ടെന്ന് തന്നെ റൈറ്റ് തിരിയണം. ആ അതിനടുത്ത് തന്നെ ഒരു ഗണപതി അമ്പലം കാണും. അവിടുന്ന് പിന്നെ ചേച്ചി ആ ശരി അഡ്രസ് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലായില്ലെന്ന് വരാം. ഞാനും ചേച്ചിയുടെ കൂടെ വന്ന് വേണമെങ്കിൽ കാണിച്ചു തന്നാലോ? ശരി കേറിക്കോ. അളിയ പോയിട്ട് വരട്ടെ. ഇവനാള് കൊള്ളാലോ. ഈവനിങ് മറക്കാതെ വിളിക്കണേ. ഓക്കേ ചേച്ചി. ബൈ. അളിയ ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. മിണ്ടാതിരുന്ന് കഴിക്കടാ. അഡ്രസ് പറഞ്ഞു കൊടുക്കാൻ ഒരു ദിവസം എടുത്തോടാ. അളിയ ഭൂമി ഉരുണ്ടതാണടാ. നിനക്കൊക്കെ വന്ന് വീഴുന്നല്ലോടാ. അത് വിട്ടുകളടാ. ഏയ് ചേട്ടാ, എന്തോന്നാടാ? ഞാൻ എത്രയാ തരേണ്ടത്? 1310 രൂപ. 1310. ബാക്കി ചില്ലറ ഉണ്ടാവും ചിലപ്പോ. അത് ചേട്ടൻ വച്ചോ. എടാ ഇത് തലയിരിച്ച് പ്രിന്റ് ചെയ്തേക്കല്ലേ, സീരിയൽ നമ്പർ പോലും ഇല്ലല്ലോ. ഫോറിൻ മണിയാ, ആ അങ്ങനെ കാണും. ആഹാ. വിദേശത്തുള്ള ആളുടെ ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്തിയ ആൾക്ക് വെട്ടേറ്റു. അളിയ ആ നീല ചുരിദാറാടാ. അളിയ നല്ല കുട്ടിയല്ലടാ. ആ നിന്നെ പോലെ ഒരുത്തൻ പെണ്ണ് കാണാൻ കൊള്ളാവോന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോടാ? കിട്ടിയത് എന്താണോ അത് വെച്ച് സന്തോഷിക്കാൻ നോക്ക്, കേട്ടോ? അവളുടെ നമ്പർ വേണോ വേണ്ടയോ? അളിയ നിന്നെ വിശ്വസിച്ചാടാ ഞാൻ ഇരിക്കണത്. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരണത് നിന്റെ കടമയാടാ. ഓക്കേ, വെയിറ്റ് ആൻഡ് വാച്ച്. എടി ഇന്നലെ നീറ്റ് ഡ്രസ് നന്നായിരുന്നു. അതെ, തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ് എവിടെയാ? ആ 7-ാം നമ്പർ ബസ് ഇപ്പൊ തന്നെ പോകും. അയ്യോ, ദിയ ചെറുക്കന്റെ ഫോൺ വീണു. ആ സിമ്മൊന്ന് തന്നെ. ദാ അതെ, ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒന്ന് വിളിക്കാവോ? നമ്പർ ഒന്ന് പറഞ്ഞേ. ആ 9884 9843 19293. 19293. റിംഗ് പോകുന്നുണ്ട് കേട്ടോ. ആണോ? അതെ. അറിയില്ല, ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എനിവേ, താങ്ക് യു. സർ, സമയം ഇപ്പോൾ 10 മണിയായി. ഇനിയിപ്പോൾ പുറത്തു പോയി ഞാൻ എങ്ങനെയാ സാർ റീചാർജ് ചെയ്യാ? ഞാൻ മോർണിംഗ് ചെയ്തേക്കാം. ഹലോ ഹലോ സർ. ഇനി നീ എന്നെ സാറെന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, പ്രേമെന്ന് വിളിച്ചാൽ മതി. ആ പിന്നെ നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നീ സംസാരിച്ചൊക്കെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു. പിന്നൊരു കാര്യം ആലോചിച്ചപ്പോ എന്റെ അടുത്ത് തന്നെ 100 രൂപ എപ്പോഴും കാണാറില്ല. നിന്നോട് ചോദിച്ചു വല്ലാതെ വലപ്പിച്ചില്ലേ? ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്താണെന്ന് അറിയില്ല. അമ്മേ, അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ. അവനൊന്ന് നോക്കിയേ, ആരടുത്തോ കത്തി വെച്ചോണ്ടിരിക്കുക. ആണോ? ഡാ പ്രേം, എന്തായാലും സംസാരിക്കാൻ തുടങ്ങിയല്ലോ. നല്ല കുക്കിംഗ് അറിയാവുന്ന പെണ്ണിനെ നോക്കി പ്രേമിക്കും. ശരി. ആ എന്താ പാചകറിയാവുന്ന പെൺകുട്ടിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ? അതൊന്നുമില്ല ഗായത്രി, എന്റെ അമ്മ പാചകത്തിൽ PhD എടുത്താ. അതെയോ? എന്റെ അമ്മയുടെ കൈപുണ്യത്തിനെ കുറിച്ച് എന്താ പറയാ? എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പാർ രസം മാതിരി വെക്കരുതെന്ന്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഇപ്പൊ മനസ്സിലായി അമ്മ പാചകത്തിൽ എത്രത്തോളം PhD എടുത്തിട്ടുണ്ടെന്ന്. അയ്യോടാ, 1 മിനിറ്റ് വെയിറ്റ് ആണേ, ഇവിടെ പവർ പോയി. ഞാനൊന്ന് ക്യാൻഡിൽ എത്തിച്ചോട്ടെ. ഷോ, ഇതിവിടെ നിക്കുന്നില്ലല്ലോ. അതെ, ആ തീപ്പെട്ടി കൊള്ളി കത്തിച്ച് മെഴുതിരിയുടെ താഴെ കാണിക്കേ, അപ്പൊ നിക്കും. ഓക്കെ. താങ്ക്സ്.
നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടവർക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും താങ്ക്സ്, സോറി, പ്ലീസ് എന്നൊന്നും പറയരുത്. ശരി, ഓക്കെ. ഇനി ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഗുഡ് നൈറ്റ് ഗായത്രി. ബൈ.